ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് മോണിറ്റൈസേഷനിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണിത്. അതിനാൽ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി വീഡിയോ കാണുക. അതുപോലെ നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ചെറിയ ഒരു മിസ്റ്റേക്ക് ഇത് നമ്മുടെ ചാനൽ തന്നെ നഷ്ടപ്പെടുത്തിയേക്കാം. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് പുതുതായി വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്നെല്ലാം നോക്കാം. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ചാനലിൽ ആഡ്സെൻസ് ലിങ്ക് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെല്ലാമാണ് നമുക്ക് പണമെല്ലാം ലഭിക്കുന്നത്. ഇതിനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ 4000 വാച്ച് അവർ. ഇത് അവസാന 12 മാസത്തിൽ തികയണമെന്നാണ്. ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കണം. നേരത്തെ നമുക്ക് ആധാർ കാർഡ് അതുപോലെ പാൻ കാർഡ് എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ അപ്ഡേറ്റിൽ പറയുന്നത് ഇപ്പോൾ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് ഒന്നും അവർ ആക്സെപ്റ്റ് ചെയ്യുകയില്ല. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഏത് ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നൽകേണ്ടത് എന്ന് നോക്കാം. ഒന്നാമതായി നമുക്ക് വോട്ടേഴ്സ് ID നൽകാം. ഇനി ഇത് ഇല്ലാത്തവർക്ക് പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. അതുമല്ലെങ്കിൽ മൂന്നാമതായി നിങ്ങളുടെ കയ്യിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുത്തും നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാമാണ് ഇപ്പോൾ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത് ഏതെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഇനി നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ യൂട്യൂബ് നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്ന വീഡിയോ, അതുപോലെ നമ്മൾ ലേറ്റസ്റ്റായി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ, ഇതെല്ലാം യൂട്യൂബ് നോക്കും. ഇവ മാത്രമല്ല മറ്റു വീഡിയോസ് എല്ലാം നോക്കുമെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂട്യൂബ് വളരെ സ്ട്രിക്റ്റായി ചെക്ക് ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ ചാനലിലേക്ക് വ്യൂസ് വന്നിരിക്കുന്നത് എന്നെല്ലാം യൂട്യൂബ് ചെക്ക് ചെയ്യും. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ തെറ്റെന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയില്ല. പലരും ചാനൽ വ്യൂസ് എല്ലാം കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അവർ പല അക്കൗണ്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് പല ഡിവൈസുകളിൽ നിന്ന് അവരുടെ സ്വന്തം ചാനൽ ഓപ്പൺ ചെയ്ത് വീഡിയോസ് എല്ലാം കാണും. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മൾ യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ യൂട്യൂബ് റിവ്യൂ ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകുവാനും ഇത് കാരണമാകും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ ചാനലിൽ ചെയ്യാതിരിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.